ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദിവസങ്ങളിൽ നമുക്ക് വരുന്ന മെസ്സേജുകളും ഫോൺ കോളുകളും രസകരമാണ്. അതേസമയം മറ്റു ചിലർ നമ്മൾ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യും. ചിലർ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കും. ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കോൾസ് ഒന്നും വരുന്നില്ല. പക്ഷെ ഇന്ന് വന്നൊരു കോളുണ്ട്. അത് വേറെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വളരെ ഹലോ ഇന്ന ആളല്ലേ, അതെ സുഖമാണോ, ആ സുഖമാണ്, ഇന്ന് മമ്മൂട്ടിയുടെ സിനിമ എത്ര പ്രാവശ്യം കണ്ടു, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒറ്റ പ്രാവശ്യമേ ബ്രഹ്മയുഗം കണ്ടിട്ടുള്ളൂ. ഈ രണ്ടാമത് കാണുമോ എന്ന് ചോദിച്ചാൽ കാണില്ല എന്നും പറയാൻ പറ്റില്ല. എന്താ വിളിച്ചത്? അതല്ല, ഒരു സംശയം ചോദിച്ചിരിക്കുക. ഈ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ കുത്തവാവകാശം നിങ്ങൾ മാത്രം ഏറ്റെടുത്താണോ? അല്ല, ഇപ്പം എത്രയോ ചാനലുകാരുണ്ട്, എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. എല്ലാവരും ഞങ്ങളെക്കാൾ നന്നായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് പൊക്കി പറയുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പൊക്കി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സിനിമ കണ്ട് പറഞ്ഞത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സിനിമ കാണാൻ പോയത്. ഞാൻ കുടുംബസമേതം പോയ സിനിമ പിള്ളേർക്കൊന്നും ഇഷ്ടമായിട്ടില്ല. അത് പിള്ളേർ പറയുന്നത് എന്ത് സിനിമയാണെന്നുള്ളത് വെച്ചാൽ ബുദ്ധിപരമായിട്ടുള്ള സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെ കുഴപ്പം തീർത്ത് പിള്ളേരെ കാണിക്കാൻ വേറെ സിനിമ കണ്ടിട്ടാണ് അതിൻ്റെ അളവ് തീർത്തത്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾക്കൊക്കെ മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടമായി. പക്ഷേ നിങ്ങളത് ഉദാത്തമായ മാസ്മരികമായ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മണ്ടന്മാരാക്കുമ്പോഴേ, നിങ്ങൾ തന്നെ മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മമ്മൂട്ടി ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച 10 സിനിമാ കഥാപാത്രങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ അതിലേതൊക്കെ സിനിമയുണ്ടായിരിക്കും? അതിലിപ്പോൾ നിങ്ങളീ പറഞ്ഞ കാതൽ പെടുവോ? നിങ്ങളീ പറഞ്ഞ ഭ്രമയുഗം പെടുവോ? ഇല്ലല്ലോ. ഞാൻ പറയുന്നു, കാതലിലും ഭ്രമയുഗത്തിലും നിങ്ങൾ പറയുന്നത് പോലെ അത്ഭുതങ്ങളൊന്നും മമ്മൂട്ടി കാണിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ടീമിൻ്റെ അവകാശവാദം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശവാദം കൊണ്ടു നടന്നോളൂ. മമ്മൂട്ടി തീരെ ബോറാണെന്ന് പറഞ്ഞവരുണ്ട്, ഈ സിനിമ തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുകയാണ്. മമ്മൂട്ടി ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്ത സിനിമയൊക്കെയുണ്ട്. പക്ഷെ ഞാൻ ആ പേര് പറയുമ്പോൾ നിങ്ങൾ എപ്പോൾ പരിഹസിക്കും. അതെന്താ കേൾക്കട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഡാനി എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് കൈയടിച്ചു. ബെല്ലെ ബേഷ് എന്നാണ് പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിയാണ് സുഹൃത്തെ, അവിടേക്ക് വാ. നിങ്ങൾ ഇപ്പോഴാണ് ഒരു യഥാർത്ഥ നിരൂപകനായി വന്നുകൊണ്ടിരിക്കുന്നത്. TV ചന്ദ്രൻ്റെ ഡാനി, ആ ഡാനി കണ്ടവർ, ഡാനി എത്ര പേര് കണ്ടിട്ടെന്നറിയില്ല. ആ ഡാനി കണ്ടവർക്ക് മമ്മൂട്ടിയുടെ മറ്റു സിനിമകളിലെ അഭിനയം അത്ര കണ്ട് മികച്ചതായി എന്ന് പറയാൻ തോന്നില്ല. ഇവിടെ നിങ്ങളെപ്പോലുള്ള നിരൂപകർ, മമ്മൂട്ടിയെ സോപ്പിടുന്നവർ, മമ്മൂട്ടിയെ സുഖിപ്പിക്കുന്നവർ ഇപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതേപോലെ തന്നെ ആ ഡാനിയെ എടുക്കൂ. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും സംശയവും, ഡാനി അങ്ങനെ ഒരു സിനിമ ഗംഭീരമായിരുന്നോ എന്നുള്ള മാത്രമല്ല, മമ്മൂട്ടിയുടെ 5 സിനിമ എടുത്താൽ, ഞാൻ 10 നിങ്ങൾ 10 സിനിമയ്ക്കുന്നില്ല, എൻ്റെ അഭിപ്രായം ദ ബെസ്റ്റ് ഓഫ് 5 സിനിമ ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും അതിലൊരു ചങ്കൂറ്റമുള്ള സൂപ്പറായ കഥാപാത്രം തന്നെയാണ് ഡാനി. TV ചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയായതുകൊണ്ട് അനേക ലക്ഷം പേര് ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ കുറേ നല്ല സിനിമകൾ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്ന് വിചാരിച്ച് മറ്റുള്ളവർ ഓടുന്ന സിനിമ എടുക്കുന്ന ഒരു മോശം സിനിമ നടത്തലല്ല. സിനിമയെ ഒരു പ്രത്യേക രീതിയിലെടുക്കാൻ വിധിക്കപ്പെട്ടവർ പോകുന്നവരായിരുന്നു അവരൊന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള TV ചന്ദ്രൻ്റെ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഡാനി എന്ന് ആലോചിക്കണം. ഈ ഡാനി എടുക്കുമ്പോൾ എനിക്കറിയാം, ഡാനിയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ TV ചന്ദ്രൻ്റെ മനസ്സിലൊന്നും അന്ന് മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. ചന്ദ്രൻ്റെ മനസ്സിലൊരു സത്യത്തിൽ പുതുമുഖങ്ങളായിരുന്നു എന്ന് ആലോചിക്കണം ശരിക്കും. അങ്ങനെ പുതുമുഖങ്ങളിൽ ഒരാളെ കൊണ്ടുവരണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ പടം കാണാനോ ആൾക്കാർ കുറവ്. അപ്പം പിന്നെ ഒരു പുതിയ ആൾക്കാർ ഈ ഡാനി പോലുള്ളൊരു കഥാപാത്രത്തെ ഏൽപ്പിച്ചാൽ അത് ഏൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. പിന്നെ ആരെ എന്നുള്ള ചോദ്യം അല്ല അവിടെ ഇരിക്കും. നിങ്ങൾക്ക് പരിചയമുണ്ട് മമ്മൂട്ടിയെ, നിങ്ങൾക്കറിയാം മമ്മൂട്ടിയെ എന്തായാലും പലപ്പോഴും ഇങ്ങനെ പരീക്ഷണ വസ്തുവാകാൻ തയ്യാറായി നിൽക്കൊണ്ടിരുന്ന നടനാണ്. ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു 5 മിനിറ്റ് സംഭാഷണം, ഈ സംഭവം പറയുമ്പോൾ മമ്മൂട്ടി ചാടി വീഴുമെന്ന് കരുതി യാതൊരു സംശയവുമില്ല. അങ്ങനെ മമ്മൂട്ടിയെ കാണുന്നു.
ഡാനിയെക്കുറിച്ച് പറയുന്നു, ഡാനിയുടെ പരിമിതികളെക്കുറിച്ച് പറയുന്നു, ഡാനിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, ഡാനിയുടെ മാനറിസങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് ശരീരഭാഷയും ശബ്ദഭാഷയും കൊണ്ട് മാസ്മരിക അഭിനയം കൊണ്ട് ഉദാത്തമായ നിലവാരത്തിലേക്ക് ഉയർന്നു പോകാവുന്നൊരു കഥാപാത്രമാണ് ഡാനി എന്ന് മമ്മൂട്ടിക്കും തോന്നി എന്നാലോചിക്കണം. ആ തോന്നലുകൾ വൃഥാവിലായില്ല. ഈ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ മനസ്സിൽ ഊണിലും ഉറക്കത്തിലും ഡാനി ആയിരുന്നു ആലോചിക്കണം. ചെറുപ്പക്കാരനായ ഡാനി, പ്രായമായ ഡാനി, വിവാഹിതനായ ഡാനി, 3 ഭാര്യമാരുള്ള ഡാനി, ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്ന ഡാനി, ജീവിക്കാൻ വേണ്ടി സ്വത്തുക്കളില്ലാതെ അവസാനം തനിക്ക് പ്രിയപ്പെട്ട അവസാനം തൻ്റെ ജീവിതത്തിലേക്ക് അവസാനം വന്ന ഒരു ഭാർഗവി എന്നുള്ള സ്ത്രീയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് മരിക്കേണ്ടി വന്ന ഡാനി, ഒന്നുമില്ലാത്തനായി തീർന്ന ഡാനി. ആ ഡാനിയുടെ കഥയാണ് ഈ TV ചന്ദ്രൻ പറഞ്ഞ ഡാനി എന്നുള്ള സിനിമ എന്നാലോചിക്കണം. അത് എത്ര മനോഹരമായിരുന്നു എന്നാലോചിക്കണം. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തേടി പിടിച്ച് നിങ്ങൾ ആ സിനിമ കാണണം. ആ സിനിമ കണ്ടിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അന്നത്തെ അഭിനയവും ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ പുതിയ ഭ്രമയുഗവും നിങ്ങൾ കാണണം എന്നാലോചിക്കണം. ഭ്രമയുഗം നമ്മൾ ഉദാത്തമായ അഭിനയ ശൈലി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡാനി കണ്ടിട്ട് പറയുമ്പോൾ ആ ഡാനിയിൽ എന്തൊക്കെയാണ് മമ്മൂട്ടി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതെന്തപ്പാ ഇങ്ങനെ അത്ഭുതങ്ങളായിട്ട് നമുക്ക് പറയാൻ തോന്നുമെന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തെ, നിങ്ങൾ ആ ചോദ്യത്തിന് നന്ദി. അല്പം പരിഹസിച്ചിട്ടാണെങ്കിലും ഇത്തിരി കുറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും എന്നോട് നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നിങ്ങൾ ഡാനിയെക്കുറിച്ച് പറയാത്തത് എന്താണെന്നുള്ളത്. ഇപ്പം നിങ്ങളോട് എനിക്ക് ഇഷ്ടം തോന്നുന്നു. കാരണം ഞാൻ വിചാരിച്ചൊരു സിനിമ തന്നെയാണിത്. ഞാനിപ്പോൾ മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും കണ്ടുള്ള ഒരാളെന്ന് ആലോചിക്കണം. 23-ൽ കണ്ട സിനിമയാണ് നമ്മൾ കാതൽ കണ്ടപ്പോൾ ചിലർ പറഞ്ഞു ഒരു ചത്ത ശവം പോലെ ഒരു നിൽക്കുന്ന മമ്മൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിക്കയിൽ അഭിനയിക്കാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആലോചിക്കണം പലര്. ഇത് അഭിനയമാണോ? വെറുതെ നിന്നു കൊടുത്താൽ മുഖം തിരിച്ചാൽ അതെങ്ങനെ അഭിനയമാവും എന്ന് ചോദിച്ചവരൊന്നും ആലോചിക്കണം. പക്ഷേ അഭിനയ ശാസ്ത്രം, നാട്യശാസ്ത്രം, നവരസങ്ങൾ അതിനേക്കാൾ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാം അറിയാവുന്നവർ വിലയിരുത്തുമ്പോൾ മമ്മൂട്ടി അപാരമായ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ആ പടം കണ്ടപ്പോഴും പറഞ്ഞതെന്ന് ആലോചിക്കണം. അതിന് തൊട്ട് പിന്നെ 2024 വന്ന ഈ ഭ്രമയുഗം വന്നപ്പോഴാണ് ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ 2ഉം കൽപ്പിച്ചാണോ 3ഉം കൽപ്പിച്ചാണോ മമ്മൂട്ടി പോകുന്നത്? അങ്ങേർക്ക് എന്താ ഇത്തരം വേഷങ്ങൾ മാത്രം മതിയോ? എന്തോ ഒരു സമതല തെറ്റിയ പോലെ തോന്നുന്നു. ഞങ്ങളറിയാവുന്ന മമ്മൂട്ടി ഇത്തരം കഥാപാത്രങ്ങളെ സ്വീകരിക്കില്ല. ശരിയാണ്, ഇതൊരു മുൻവിധിയില്ലാത്ത സിനിമയാണ്. ജയിച്ചാൽ ജയിച്ചു, പൊട്ടിയാൽ പൊട്ടി എന്നുള്ള അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സിനിമയാണ് ഈ ഭ്രമയുഗം എന്നാലോചിക്കണം. ആ ഭ്രമയുഗം എത്ര പെട്ടെന്നാണ് അപ്പോൾ ഈ പടർന്നു പിടിച്ചത്. നിങ്ങൾ പറയും ഉഷ്ണക്കാലമാണ്, അതെ, ഇപ്പോൾ കരിയിലയിൽ തീ കൊളുത്തിയാൽ കത്തി പടരുന്ന പോലെ അങ്ങനെ അത്ര പെട്ടെന്നാണ് ഈ സിനിമ കാണാൻ ജനം തടിച്ചുകൂടിയെന്ന് ആലോചിക്കണം. അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഡാനിയെ കുറിച്ചാണെന്ന് ആലോചിക്കണം. ആ ഡാനിയുടെ മാനസിക വ്യവഹാരങ്ങൾ, അതിൻ്റെ മാനറിസം ഒന്നല്ല, എണ്ണി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഏവനും ഭൂമിയില്ലാത്തവനും പണക്കാരുമെല്ലാം മരിച്ചാൽ 6 അടി മണ്ണുണ്ട് എന്ന് സമർത്ഥിക്കുന്ന സിനിമയാണ്. സ്വന്തം ഭാര്യമാരെല്ലാം വിട്ടേച്ച് പോയപ്പോൾ, വഴിത്തിരിലായപ്പോൾ എവിടേക്ക് പോകും, എങ്ങനെ ജീവിക്കുന്നൊരു അവസാന കൂട്ടായി വന്നൊരു സ്ത്രീ ഉണ്ടായിരിക്കണം. അവരുടെ സ്നേഹവും അനുഭവിച്ചുകൊണ്ട് അവരുടെ മടിയിൽ തലവെച്ച് മരിക്കുമ്പോൾ അവരുടെ ഭൂമിയിലേക്കാണ് ഡാനിയെ കൊണ്ടുപോയി സംസ്കരിച്ചെന്നാലോചിക്കണം. സ്നേഹത്തിൻ്റെ നിറമുള്ളൊരു സിനിമ. നമ്മളവിടെ കാമത്തെക്കുറിച്ചല്ല പറയുന്നത്, പ്രണയത്തിൻ്റെ നിറമുള്ളൊരു സിനിമയാണെന്ന്, ത്യാഗത്തിൻ്റെ നിറമുള്ളൊരു സിനിമയാണെന്ന് ആലോചിക്കണം. ഒപ്പം അത്ഭുതം വിതച്ച മമ്മൂട്ടിയുടെ അഭിനയ ശൈലിയുള്ള സിനിമ. ശരിയാണ്, ഭ്രമയുഗത്തേക്കാൾ മികച്ചു നിൽക്കുന്നത് ഡാനി തന്നെ.